ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു ഹെൽത്തി സ്നാക്ക് റെസിപ്പി ആയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കതിന് വേണ്ടി 1 കപ്പ് റവ നമുക്ക് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പാനിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/4 കപ്പ് നെയ്യ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് ചേർത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ റവയും നെയ്യും കൂടിയൊക്കെ റോസ്റ്റായി വരുമ്പോൾ നല്ല അടിപൊളി സ്മെല്ലാണ് വരുന്നത്. നമ്മുടെ ഈ സ്നാക്ക് റെസിപ്പി എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ്. കാരണം നമ്മളിത് ആവിയിൽ വേവിച്ചാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വാഴയിലാണ് ഇത് ആവിയേറ്റ് എടുക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ സ്നാക്കിന്. ഇതായിപ്പോൾ നമ്മുടെ റവയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ചൂടോട് തന്നെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അത്യാവശ്യം കൈവച്ച് കുഴച്ചെടുക്കാവുന്ന ഒരു ചൂടിൽ തന്നെയാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നതും. റവ മിക്സിലേക്ക് നമ്മൾ ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പാക്കറ്റിലേക്ക് മേടിക്കാൻ കിട്ടുന്ന ജാഗ്രി പൗഡറാണ്. അപ്പോൾ അതിൽ നിന്നൊരു 1/4 കപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും മധുരം വേണമെന്നില്ലാത്തവർ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും. നമ്മുടെ ഈ ശർക്കര പൊടിയൊക്കെ നല്ലപോലെ മെൽറ്റായി വരാൻ വേണ്ടിയാണ് നമ്മൾ ചൂടോടെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നതും. കൂടെ തന്നെ നമുക്കിതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് നമ്മൾ പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല പഴുത്ത പഴം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് പാളയംകോടൻ പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 എണ്ണം നമുക്ക് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് നമുക്ക് ആദ്യം പഴം ഒന്ന് നല്ലപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം ചൂടുള്ള സമയത്ത് തന്നെയാണ് നമ്മൾ ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നത്. നമ്മുടെ ശർക്കര പൊടിയൊക്കെ നല്ലപോലെ മെൽറ്റായി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പഴമൊക്കെ ഉടയാതെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉടച്ച് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതങ്ങനെ നമ്മുടെ മിക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വാഴയിലയിൽ വെച്ച് ആവിയേറ്റി എടുക്കാം. അപ്പോൾ ഇത്രയുള്ള പീസായിട്ടാണ് വാഴയില എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറേശ്ശെ മിക്സ് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെ മിക്സ് വെച്ചതിന് ശേഷം നമുക്ക് വാഴയിലയിലൊന്ന് പ്രസ് ചെയ്ത് വെക്കാം സ്പൂൺ കൊണ്ട് തന്നെ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു സ്നാക്ക് റെസിപ്പിയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനൊരു ഇൻസ്റ്റാഗ്രാം റീലിൽ ഒരു ഷെഫ് ചെയ്യുന്നത് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്നാക്ക് റെസിപ്പി കൂടിയാണ് ഇപ്പോൾ ഇത്. ഇതങ്ങനെ നമ്മളെല്ലാം തന്നെ ഇതേപോലെ വാഴയിലയിൽ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. നമ്മുടെ സ്റ്റീമറിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് ഇതേപോലെ സ്റ്റീൽ പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇലയട ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം തന്നെ നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് അടിയിൽ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് സ്റ്റീൽ പാത്രം എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ നമുക്ക് സ്റ്റീമറിൽ ഡയറക്റ്റ് വെച്ചും ഇതേപോലെ ഒന്ന് ആവിയേറ്റി എടുത്താൽ മതിയാകും. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് ആവിയേറ്റി എടുക്കാം. കറക്റ്റ് 10 മിനിറ്റിൽ നമ്മുടെ സ്നാക്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തുറന്ന് നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റ് ആണ് ഈ ഇലയട. നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നതാണെങ്കിൽ കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് കഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇലയട ഇതേപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇലയട കൂടിയാണിത്. നമ്മുടെ വൈകുന്നേരങ്ങളിലൊക്കെ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.